ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ക്യാപിറ്റലായ അബുദാബിയിലാണ്. വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് ശരിക്കും. കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്ന നമ്മുടെ മലയാളികൾ അവരുടെ കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് വൻ വിജയത്തിലേക്ക് നീങ്ങുമ്പോഴും പിന്നിട്ട വഴികളും വിനയവും അവരുടെ സ്വഭാവ മഹിമ കൊണ്ടും അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത നിലനിർത്തുന്നു. ചാവക്കാടിലെ തിരുവത്ര എന്ന കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തിൽ നിന്നും 28 വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിലെത്തി ഇന്ന് ഫാത്തിമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ EP മജീദ് സാഹിബാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സന്തോഷം സർ. നമസ്കാരം. നമസ്കാരം. തിരുവത്ര കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തിലെ ബാല്യകാലം, ശരിക്കും നമ്മുടെ ബാല്യകാലം എല്ലാവർക്കും നമുക്ക് ഇന്നും ഓർമ്മിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ബാല്യകാലം എന്നൊക്കെ. ആ കളിക്കൂട്ടുകാരും ഒക്കെ, ആ നാടും ഒക്കെയാണ് നമ്മുടെ ഓർമ്മയിൽ ഒരിക്കലും അത് അവസാനിക്കാത്ത ഓർമ്മകളായിട്ട് നമുക്ക് എപ്പോഴും അവശേഷിക്കാറുണ്ട്. ആ ബാല്യകാലത്തെക്കുറിച്ചൊന്ന് ഓർക്കാമോ? അതെ, നമുക്ക് നാടും അന്നത്തെ ആ നാട്ടിലുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവിടുത്തെ അന്തരീക്ഷം, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ നഷ്ടപ്പെട്ടു. കാരണം ഇന്നിപ്പോൾ നമ്മൾ ആ പ്രദേശം കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. ഒരു ഗ്രാമത്തിന്റെ നിഷ്കളങ്കത മൊത്തം നമുക്ക് അവിടെ കാണാം. കാര്യം പള്ളിയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ, അതുപോലെ തന്നെ അടുത്തുള്ള ക്ഷേത്രമുണ്ട്, അവിടെ നിന്നുള്ള പ്രാർത്ഥനകളും അതെല്ലാം കേട്ടിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ് ഉണരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ബാങ്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു 2 സെക്കൻഡല്ലേ ഉള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ആ പൂജാകർമ്മങ്ങളും കുറെ നീണ്ടു നിൽക്കുന്ന പ്രഭാതത്തിന്റെ ആ പാട്ടും ഒക്കെയാണ് നമ്മൾ ഉണർത്തുന്നത്. അതെ അതെ അതെ. ശരിക്കും തിരുവത്ര എന്ന് പറയുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയൊരു നാടാണ്, പ്രതീകം തന്നെയാണ് അത്. കാരണം അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ ഞങ്ങളുടെ നെയ്ബേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഹിന്ദുസും അതുപോലെ ഹിന്ദുവും മുസ്ലിമും മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ക്രിസ്ത്യൻസ് എന്ന് പറയാൻ വളരെ അപൂർവമാണ്, വളരെ വളരെ അപൂർവം. എങ്കിലും ഹിന്ദു മുസ്ലിം എന്നുള്ള ആ ഒരു മതസൗഹാർദ്ദം വളരെയധികം അന്നും ഇന്നും കാത്തു സൂക്ഷിച്ച് വരുന്നുണ്ട്. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പ ശരിക്കും പറഞ്ഞാൽ ഉപ്പ ഒരു ജോലിക്ക് അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല. കാരണം ഉപ്പ അവർ മൊത്തം 7 പേരാണ്. 7 പേരിൽ 5 സഹോദരങ്ങളും 2 സഹോദരിയും. ഉപ്പ രണ്ടാമത്തെ ആളാണ്. മൂത്തത് എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ ജ്യേഷ്ഠൻ. പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലേഷ്യയിൽ പോയി. മലേഷ്യയിൽ ആയിരുന്നു കൂടുതലും മൂപ്പരുടെ കാലം ചെലവഴിച്ചത് മുഴുവൻ. പിന്നെ മറ്റ് 4 സഹോദരങ്ങൾ എന്ന് പറയുന്നത് അവർ ബോംബെയിലായിരുന്നു ആദ്യം. പിന്നീട് അവിടുന്ന് ഉപ്പയുടെ 2 എല്ലാവരും ഗൾഫിലോട്ട് വന്നു. അതിനുശേഷം മൂസ ഹാജി, ഇപ്പോഴത്തെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, പുള്ളിയുടെ മൂത്ത വേറെ ജ്യേഷ്ഠുണ്ട്. പക്ഷെ ആദ്യമായിട്ട് വന്നത് മൂസ ഹാജിയാണ്. ആദ്യമായിട്ട് 1984 അതെ അതെ ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ വരുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ലായിരുന്നു. അതിനുശേഷമാണ് ഇത്രയും ഡെവലപ്മെന്റ് ഒക്കെ ആയത്. ജ്യേഷ്ഠന്മാരെ പിൻപറ്റി തന്നെയാണ് വന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അതെ അതെ ഞങ്ങൾ അങ്ങനെ തന്നെ വന്നത്. ഞങ്ങൾ വരുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നല്ലോ അബുദാബിയിൽ. ഇപ്പോൾ അത് എയർപോർട്ട് റോഡിൽ. ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് 1984. അതെ അതെ. അന്ന് ആ സൂപ്പർ മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട്. ആ ലൊക്കേഷൻ നിങ്ങൾ എയർപോർട്ട് റോഡിൽ വരുമ്പോൾ കാണാൻ പറ്റും. അൽവാഹദയുടെ മുന്നായിട്ട് കാണുന്ന ആ ഒരു ലൊക്കേഷനിലാണ് ആദ്യം. ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ കുറേ പുതിയ ബിൽഡിങ്ങിലാണ്. കുറച്ചുകൂടെ ആദ്യം ഉണ്ടായിരുന്ന ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു പോയി. പക്ഷെങ്കിലും ഇപ്പോഴും അത് ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്, ഓർഡർ ഫാത്തിമ എന്ന് പറഞ്ഞത്. ഫാത്തിമ എന്നൊരു പേരാണ്. ഫാത്തിമ എന്ന പേര് നൽകാനുണ്ടായ സാഹചര്യം അതായത് ജ്യേഷ്ഠൻ്റെ ഞങ്ങളുടെ ഫാമിലി, അതെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യം പിറന്നു വീണ കുട്ടിയുടെ പേര് ഫാത്തിമ എന്നാണ്. അപ്പോൾ ആ ഫാത്തിമ ആണ്
ആദ്യമേ 1984 നമ്മൾ ഫാത്തിമ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നുകൊണ്ടിരുന്നത്. അതെ അതെ. അതിനു മുമ്പ് ഉപ്പാട അനിയന്മാരായിട്ട് EP സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥാപനം. അതിലാണ് ആദ്യം മൂസാജി വന്നത്. ആ വിശേഷങ്ങളിലാണ് വന്നത്. അവിടെ നിന്നാണ് തുടക്കം കുറിച്ചത്. പിന്നീടാണ് ഞങ്ങൾ സ്വന്തമായി സെപ്പറേറ്റ് ആയിട്ട് ബ്രദേഴ്സ് തുടങ്ങിയതാണ് ഫാത്തിമ സൂപ്പർ മാർക്കറ്റ്. ഇന്ന് ഒരുപാട് കാരണം എന്ന് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം. അതെ അതെ. ശരിക്കും ഒരു കുടക്കീഴിൽ നമുക്ക് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുക ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫ്. എന്തൊക്കെയാണ് മറ്റ് ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഫാത്തിമ ഇന്ന് കസ്റ്റമേഴ്സ് നൽകുന്ന ഒരു സ്പെഷ്യാലിറ്റി? കാരണം ഞങ്ങൾ കൂടുതലും അതിപ്പോഴൊന്നല്ല, ഒരു 10-20 വർഷമായിട്ട് തന്നെ ഞങ്ങൾ ആ ഒരു പേര് നിലനിർത്തുന്നത്. കാരണം എന്താ വെച്ചാൽ ഫ്രഷായിട്ട് വെജിറ്റബിൾ ആദ്യകാലങ്ങളിൽ വന്നിരുന്നത് ഞങ്ങളുടെ ഷോപ്പിലാണ്. അപ്പോൾ അന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഫ്രഷായിട്ട് വെജിറ്റബിൾ വേണമെങ്കിൽ ഫാത്തിമയിൽ വരണം. അത് ഇന്നും ഞങ്ങൾ നിലനിർത്തി വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ സ്റ്റാഫുകളും നല്ല ജോലിക്കാരെല്ലാം നല്ലൊരു ആത്മാർത്ഥ. ഏതൊരു വ്യാപാരത്തിന്റെയും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് എംപ്ലോയീസ്. അതെ. ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റുകളുടെ കാലമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും ഈ കോമ്പറ്റീഷനെ നമ്മൾ നേരിടുന്നത്. തീർച്ചയായിട്ടും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ പൊതുവെ മാർക്കറ്റ് ട്രെൻഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഓരോ കാലത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് ഞങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ പല ഓഫറുകളും കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ അവർക്ക് കൂടെ അതിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഓഫറുകളൊക്കെ കൊടുക്കും.